ആയിട്ട് ഇതേമാതിരിയുള്ള ക്വാളിറ്റിയുള്ള സാധനം അത് നേരത്തെ നമ്മൾ റീറ്റെയിൽ മാത്രമേ ഉള്ളായിരുന്നു, ഇനിയും കൊടുക്കും. ഇനി കൊടുക്കാം അല്ലേ നമുക്ക്? കാരണം ഒത്തിരി ആൾക്കാർ നേരത്തെ എല്ലാം വിളിക്കുമ്പോഴും ചേട്ടൻ കൊടുക്കുന്നില്ല അല്ലേ? അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് കച്ചവടം ഇത് നമ്മുടെ ഇതേ ക്വാളിറ്റിയുള്ള പോത്തുകുട്ടികൾ അല്ലേ? നമുക്ക് നമ്മുടെ ചേട്ടൻ എടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇതേ ക്വാളിറ്റിയുള്ള പോത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ കച്ചവടക്കാർക്കെല്ലാം കൊടുക്കാം. അതായത് ലോഡായിട്ടാണോ അതോ ഫുൾ ലോഡായിട്ട്? ഫുൾ ലോഡ് ഫുൾ ലോഡ് എന്ന് പറഞ്ഞാൽ 50, 52 ഇതേമാതിരി ആണെങ്കിൽ 50, 52 ഉണ്ടാവും. ഓക്കെ. അല്ലെങ്കിൽ 35, 40 അതിന്റെ തൂക്കം അനുസരിച്ചിട്ട് വലിപ്പം അനുസരിച്ചിട്ട്. വലിയ കുട്ടികളൊക്കെ 40 വരത്തുള്ളൂ. അല്ല വലിയ ഇതെന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഒരുവിധം ഇത് ചെറുതും വലുതും എല്ലാം ഉണ്ട്. അതേമാതിരിയുള്ള സാധനങ്ങൾ ഒരു 50 ആവറേജ് ഒരു ലോഡിനകത്ത്. ഓക്കെ. നമുക്ക് കൊടുക്കാം. ഒരു 15 ദിവസം പറയും. 15 ദിവസം ഗ്യാപ്പ് അല്ലേ? അതായത് നമുക്ക് അഡ്വാൻസ് കിട്ടി 15 ദിവസത്തിൽ നമ്മൾ സാധനം അവർ കേരളത്തിൽ ഏത് സ്ഥലത്ത് പറഞ്ഞാലും നമ്മൾ ഇറക്കി കൊടുക്കും. അത് സ്ഥലത്തിന്റെ അനുസരിച്ച് വിലയുടെ ഇത് വ്യത്യാസം. കാരണം പാലക്കാട് വരുന്ന ദൂരം അല്ലല്ലോ, അങ്ങ് തിരുവനന്തപുരത്ത് പോകുമ്പോഴല്ലേ? ഇവിടെ തന്നെ 10-400 കിലോമീറ്റർ കിടക്കുക അല്ലേ? അപ്പൊ അതനുസരിച്ചിട്ട് കേരളത്തിലെല്ലാം ഒരേ വില ആയിരിക്കത്തില്ല, പല വില ദൂരം അനുസരിച്ചിട്ടാണ് വരുന്നത്. ക്വാളിറ്റികൾ നമ്മുടെ കർഷകർക്ക് വേണ്ടി അല്ലാണ്ട് കൊടുക്കില്ല. അല്ലാണ്ട് മിക്സിംഗ് ഉണ്ടാവില്ല. മിക്സിംഗ് ഉണ്ടാവില്ല. വേറെ ഒരിക്കലും അത് ആന്ധ്ര കുട്ടീനെ അതിനെ മിക്സ് ചെയ്തിട്ട് വില കുറച്ച് അത് കൊടുക്കില്ല. ഓക്കെ. ഹരിയാന തന്നെയാണ്. സംശയമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേട്ടനോട് അവിടെ വന്നിട്ട് വേണമെങ്കിലും കാണാം. അത് കുഴപ്പമില്ല. അങ്ങനെ വന്നിട്ട് വേണമെങ്കിലും കാണാം. അതിനുള്ള സംവിധാനമുണ്ട്. ഇപ്പൊ ഹരിയാന എന്നുള്ള നമ്മുടെ ഈ കാണുന്ന ക്വാളിറ്റിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇതിനെക്കാട്ടി കൂടുതൽ ക്വാളിറ്റിയുള്ള കുട്ടികളാണ് നിങ്ങളുടെ ഓരോ കച്ചവടക്കാർക്കും അല്ലെന്നുണ്ടെങ്കിൽ ഫുൾ ലോഡ് വേണ്ടവർക്കും കൊടുക്കുന്നത്. വേറെ ബ്രാഞ്ചോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. എവിടെയും ബ്രാഞ്ച് ഒന്നുമില്ല.